നമുക്കും പോവാൻ ചേച്ചി. അവരൊരു സ്ത്രീയല്ലേ, നമ്മളെ ദ്രോഹിക്കുമെന്നും തോന്നുന്നില്ല. ചേച്ചി, എവിടെയാ വീട്? എവിടെ എന്റെ കുഞ്ഞെവിടെ? ആ പെൺകുട്ടികൾ എവിടെ? കൈവിട്ടുപോയി, ഒരിടത്തും കണ്ടില്ല. വൃത്തികെട്ടവന് കയ്യിന്ന് പോയിന്ന് പറയാനാണോ നിന്നെയൊക്കെ പറഞ്ഞയച്ചത്? അതും 3 നരുന്ത് പെമ്പിള്ളാര്. ഇടയ്ക്ക് അവര് ഞങ്ങളുടെ കണ്ണി പെട്ടതാ. പക്ഷേ കാട്ടുവഴിയായതുകൊണ്ട് അവര് മറിഞ്ഞു കളഞ്ഞു. കാട്ടുവഴിയോ? അതെ, അവരാദ്യം വക്കീലിന്റെ വീട്ടിലേക്ക് പോകുന്ന കരുതി ഞങ്ങൾ അങ്ങോട്ടാ പോയത്. അവരവിടെ ഇല്ലായിരുന്നു. നീ മിണ്ടരുത്. ഇത്രയും നാടൻ തിന്നു കൊഴുത്ത കൂടെ നടന്നിട്ട് ഒരു കാര്യം പറഞ്ഞാൽ ചെയ്യാൻ കെൽപ്പില്ലെങ്കിൽ പിന്നെ മേഘ നിക്ക്. കാട്ടുവഴി പോയെന്ന് പറഞ്ഞില്ലേ? അത് കഴിഞ്ഞിട്ട് 10 ഏക്കർ പാടവും 12 കല്ല് വളവും കഴിഞ്ഞു പോയിന്നാ ഞങ്ങൾക്ക് മനസ്സിലായത്. എന്ന് പറഞ്ഞാൽ അവര് തൃപ്പങ്ങോട് ദേശം വിട്ട് പാലക്കാടും കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് പോയി എന്നർത്ഥം. അതിന് സാധ്യതയില്ല. തൃപ്പങ്ങോട്ട് വിട്ടു, പക്ഷേ മലയാളക്കര വിടാനുള്ള സാധ്യത കുറവാ. നിന്നോട് വാ തുറക്കരുതെന്നല്ലേ പറഞ്ഞത്? നട്ടലില്ലാത്തവനെ വാചകം അടിക്കുന്നു. പോ എന്റെ മുമ്പിൽ നിന്ന് പോവാൻ. വെറുതെ ദേഷ്യം കാണിച്ച് കൈമുറിക്കണ്ട. സംഭവിക്കേണ്ടത് സംഭവിച്ചു കഴിഞ്ഞു. ഇനി വേണ്ടത് പരിഹാരം കാണല. അറിയാമേ, പരിഹാരം കാണും ഞാൻ. കണ്ടേ പറ്റൂ. ഇതിപ്പോ തൃപ്പങ്ങോട് ദേശത്തിന്റെ അധികാരസ്ഥാനവും അമ്പലത്തിലെ നിധിശേഖരവും മാത്രമല്ല, എന്റെ സ്വന്തം രക്തത്തിന്റെ കണ്ടെത്തൽ കൂടിയാ. എന്ത് വില കൊടുത്തും, ഏത് ദേശത്തേക്ക് ആളെ അയച്ചും ഞാൻ ആ പെൺകുട്ടികളെ കണ്ടെത്തും. പോകുന്ന പോക്കിൽ എന്റെ കുഞ്ഞിനെ കൂടി മോഷ്ടിച്ചുകൊണ്ട് പോയതിന് ശിക്ഷ കൊടുക്കും ഞാൻ. 3 മൊട്ടയടിച്ച് പുള്ളി കുത്തി കഴുതപ്പുറത്ത് നഗരപ്രദക്ഷിണം നടത്തുന്ന ശിക്ഷ. ഒടുവിൽ ശിരച്ഛേദം ചെയ്യും ഞാൻ. അത് ഈ മേഘനാഥൻ നേരിട്ടിറങ്ങിയിട്ട് തന്നെ. ചേച്ചി, ഇതാണോ ചേച്ചിയുടെ വീട്? എന്റെ വീടല്ല മോളെ, വാടകയ്ക്കാ. ജീവിതമൊക്കെ വളരെ കഷ്ടപ്പാടാ. ആ, നിങ്ങൾ അകത്തേക്ക് ഇരിക്കെ, ഞാൻ കുഞ്ഞിന് കുടിക്കാനുള്ള പാലെടുക്കാം. അവരോട് നമുക്കും കുറച്ച് വെള്ളം തരാൻ പറ. ഓ, എന്തുമാത്രം നടന്നതാ, ദാഹിച്ച് തൊണ്ട വരണ്ടു. നീ ഒന്നും മിണ്ടാതിരിക്കെ. ആ, നീ കുഞ്ഞിന്റെ കാര്യം കഴിയട്ടെ. ഓ ഓ ഓ. ഓ, നട്ടുച്ചയായപ്പോഴെങ്കിലും പള്ളിയുറക്കം കഴിഞ്ഞല്ലോ. സന്തോഷമായി. ഇനി അകത്തോട്ട് വന്നിരുന്നാട്ടെ, ഇലയിട്ട് ചോറ് വിളമ്പാം. നീ എന്നെ ഇങ്ങനെ പരിഹസിക്കൊന്നും വേണ്ട. എടി, കള്ളന്മാരുടെ പണി രാത്രിയില്ല, അവര് പകലുറങ്ങും. ഓ, കട്ടും മോട്ടിച്ച് ഞാൻ കൊണ്ടുവരുന്നത് നീയും കൂടെ ചേർന്നല്ലേ കഴിക്കുന്നത്? ഓ, ആ കൈപ്പുണ്യൊക്കെ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഞാൻ കാണുന്നുണ്ട്. പട്ടിണി കിടന്ന് ചാവാറായി. കോളുണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയിട്ട് കള്ളം കുടിച്ച് രാത്രി മുഴുവൻ കണ്ട റോട്ടി കിടക്കല പണി.
എടി എന്ന് പറഞ്ഞ നീയൊക്കെ നുണ പറയും പോലെ എളുപ്പമുള്ള പണിയല്ല മോഷണം. ഓ. അതിനെ കൂടുതൽ വിശദീകരിച്ച് സമയം കളയണ്ട. ആ, അതെ, ഞാനൊരു വമ്പം കോളൊപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഏ? 3 കൊച്ചു പെമ്പിള്ളേരാ. ആ, ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്ന നമ്മൾ രക്ഷപ്പെട്ടു. പെമ്പിള്ളേരോ? എന്നിട്ടെവിടെ? അതൊക്കെ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ പറയുന്നത് അതുപോലെ നിങ്ങൾ അനുസരിക്കാൻ വേണ്ടത്. എന്താ, സമ്മതിച്ചോ? ആ, ഓ, അതൊക്കെ ഏറ്റെന്നേ. എന്നാ വാ പറയാ, ഞാൻ വാ പറയാ. വാ. ചേച്ചി, ഇവിടെ നിന്ന് നമ്മൾ എങ്ങോട്ടാ പോകാൻ പോകുന്നത്? അറിയില്ല മോളെ. ഇനിയും കുറെ ദൂരം കൂടി പോണം. എന്നിട്ട് വേണം അവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലം കണ്ടെത്താൻ. ഒപ്പം ഒരു ജോലിയും. എന്ത് ജോലി? നമ്മൾ കൊച്ചു കുട്ടികളല്ലേ, നമുക്ക് എന്ത് ജോലി ചെയ്യാൻ പറ്റും? അതൊന്നും ഓർത്ത് നിങ്ങൾ പേടിക്കണ്ട. നമുക്കൊപ്പം ഈശ്വരനുണ്ട്. ഇപ്പൊ തന്നെ കണ്ടില്ലേ ഇവിടുത്തെ ചേച്ചി നമ്മളെ സഹായിച്ചത്. അതുപോലെ ഓരോ സമയത്തും നമ്മളെ സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ അയക്കുക ഈശ്വരൻ. ഒപ്പം നമ്മൾ നന്നായിട്ട് പരിശ്രമിക്കണമെന്നേ ഉള്ളൂ. എന്നാ പിന്നെ നിങ്ങൾ വീടിന്റെ പിന്നാലെയൊക്കെ പോയി ഒന്ന് കറങ്ങിയിട്ട് വാ. ഞാനേ ആ കൊച്ചിന് കൊടുക്കാൻ കുറച്ച് പാല് ചൂടാക്കട്ടെ. ആ, എന്നാ ശരി. വാവേ കരയില്ലേ, ഇപ്പൊ പാല് കൊണ്ടൊരു കരയില്ലേ. കരയില്ലേ വാവേ, ഇപ്പൊ പാല് തരാമേ. കുറച്ചു നേരം കൂടെ ക്ഷമിക്കേ. എനിക്ക് വിശന്നിട്ട് കരയാൻ തോന്നുക. വയറിനുള്ളിൽ തീ കത്തും പോലെ. എനിക്കത് എപ്പോഴേ തോന്നിയെന്നറിയാമോ? ചേച്ചിയെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി പറയാതിരുന്നതാ. എനിക്കറിയാം നിങ്ങൾക്കും വിശക്കുന്നുണ്ടെന്ന്. പക്ഷെ വിശപ്പിനേക്കാൾ പ്രധാനം നമ്മൾ എത്രയും പെട്ടെന്ന് ദൂരേക്ക് പോകുന്നതാ. അല്ല, നമുക്ക് ഇവിടുത്തെ ചേച്ചിയോട് പറഞ്ഞ് ഇവിടെ തന്നെ താമസിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാലോ? വേണ്ട, നമുക്ക് കുറെ കൂടി ദൂരേക്ക് പോണം. കുറെ കൂടെ എന്നാലേ സുരക്ഷ കിട്ടൂ. ആ, ദാ, ഭാഗ്യത്തിന് 2-3 ബന്നും പഴം ഉണ്ടായിരുന്നു. കുഞ്ഞിന് മാത്രല്ല, നിങ്ങൾക്കും വിശക്കുന്നു കണ്ടാൽ അറിയാം. കുഞ്ഞിന് ഞാൻ പാല് കൊടുക്കുമ്പോ നിങ്ങളിത് കഴിക്ക്. കുടിക്കാൻ ചായയുണ്ട്. ദാ കഴിക്ക്. ദാ ഇങ്ങ താമോളെ. അച്ചൂടാ വാവേ, പാല് തരാവേ. പാല് ബാവൂ. ആ പാലിങ് തന്നെ. ഓ വാവേ. ഇതെന്താടി, ഇവിടെ ഉത്സവത്തിന്റെ വല്ല താലപ്പൊലിയോ എഴുന്നള്ളത്തോ ഉണ്ടോ? ഒരുങ്ങി ചമഞ്ഞ് 2-3 കുട്ടികളൊക്കെ വന്നിരിക്കുന്നു. ആ, ഇരിക്കു മക്കളെ, ഇരിക്കേ. ഇവരെ ഒരു യാത്ര പോവാൻ വന്നതാ.
ശ്രീകൃഷ്ണപുരത്തേക്ക്. ഓഹോ, കുഞ്ഞിന് വിശന്നപ്പോ അല്പം പാല് കൊടുക്കാൻ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു. അയ്യോ, അല്ല, നിങ്ങളെന്താ താമസിച്ചേ? രാവിലെ പോയതാണല്ലോ. അക്കാര്യമൊന്നും പറയണ്ട. വഴിയിലൊരു മരണം. അയ്യോ, ഒരു കൊച്ചു കുഞ്ഞിനെ കള്ളന്മാര് കൊന്നുകളഞ്ഞു. ദൈവമേ, കൊച്ചു കുഞ്ഞിനെ കൊല്ലാനോ? എന്തിന്? എടീ, ഒരമ്മയും കുഞ്ഞും കൂടി അമ്പല ദർശനം കഴിഞ്ഞ് വഴി കൂടി പോവുകയായിരുന്നു. ഇവരിനി പോകാൻ പോകുന്ന ശ്രീകൃഷ്ണപുരം വഴി കൂടെ തന്നെ. അയ്യോ, പക്ഷേ കുറെ നാളായിട്ട് അവിടെ കൊള്ളക്കാരുടെയും കള്ളന്മാരുടെയും വിഹാരരംഗമാ. ഛേ, പോലീസും പട്ടാളവും ഒന്നും തിരിഞ്ഞു നോക്കില്ല. ശരിയാ, ഞാനും കേട്ടിരുന്നു. എന്നിട്ട് എന്താ, അമ്മയുടെ കാതിലും കയ്യിലും കഴുത്തിലും കിടന്നതൊക്കെ അവര് പിടിച്ചു പറിച്ചു. ശോ. എതിർത്തപ്പോ കത്തി കൊണ്ട് കുത്തി വീഴ്ത്തിയതാ. അയ്യോ പാവം, ആ വീഴ്ചയിൽ കുഞ്ഞ് കയ്യിന്ന് വീണ് തലയിടിച്ചാ മരിച്ചത്. ദൈവമേ, എന്റെ ഭഗവാനെ, ഇതൊക്കെ കേൾക്കുമ്പോ നെഞ്ചു കിടുങ്ങാണല്ലോ. ഈ കുഞ്ഞുങ്ങളും അതേ വഴിയാ പോകുന്നേ. അയ്യോ, കയ്യിലെ ഈ പൊടി കൊച്ചിനെങ്ങാനും എന്തെങ്കിലും സംഭവിച്ചാ? അതിപ്പോ ഒരു കാര്യം ചെയ്താ മതി. ആ, കുട്ടികളുടെ ആഭരണങ്ങൾ കണ്ടാലേ അവരാക്രമിക്കൂ. അതില്ലെങ്കിൽ അവർ തിരിഞ്ഞു നോക്കൂല. അതിനുവേണ്ടി ആദ്യം ഈ ആഭരണങ്ങളൊക്കെ ഊരി ഒളിച്ചു വെക്കണം. അപ്പൊ സംഗതി രക്ഷപ്പെടും. ആ, അത് കൊള്ളാം. നിങ്ങൾക്കപ്പൊ ബുദ്ധിയൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചതേ എന്റെ ഭർത്താവ് ഒരു മണ്ടനാണെന്ന്. എന്താ മോളെ, അപ്പൊ ഈ ആഭരണങ്ങളൊക്കെ ഊരി വെച്ചൂടെ നിങ്ങക്ക്? ഊരി വെക്കാന്നൊക്കെ പറഞ്ഞ? അയ്യോ, ഊരി ഇവിടെ വെച്ചിട്ട് പോവാനല്ല, കൂടെ കൊണ്ടുപോവാൻ. ഞങ്ങൾക്ക് എന്തിനാ കുഞ്ഞെ നിങ്ങളുടെ ആഭരണങ്ങള്? അവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അവരനുഭവിക്കട്ടെടി. അല്ല, ഒരു കൈ കുഞ്ഞുണ്ടെന്ന് കരുതി ഞാൻ പറഞ്ഞതേയുള്ളൂ. കള്ളന്മാരുടെ കത്തിക്കിരയാവാനാണ് വിധിയെങ്കിൽ നമുക്ക് എതിർക്കാൻ പറ്റുമോ? അയ്യോ അയ്യോ, അങ്ങനെയൊന്നുമില്ല. ചേച്ചിയും ചേട്ടനും പറഞ്ഞാ മതി, ഞങ്ങളിത് ഊരി വെക്കാം. അതെ, അതാണ് അതിന്റെ ശരി. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, അകത്തു പോയി ഒരു കഷ്ണം പഴംതുണി എടുത്തോണ്ട് വാ. അപ്പോഴേക്കും ഇവരിതൊക്കെ ഊരി തന്നോളും. എന്നാ ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഈശ്വരോ രക്ഷതു. എന്നടാ, എന്നാ പിന്നെ സമയം കളയണ്ട, നിങ്ങൾ ഓരോന്നായിട്ട് ഊരിക്കോ. പഴത്തുണി വേണ്ട. ഭാഗ്യത്തിന് ഞാൻ ശബരിമലയിൽ കൊണ്ടുപോയ കെട്ടുസഞ്ചി ഉണ്ടായിരുന്നു. ആ മക്കളെ, എല്ലാം കൂടി ഇതിനകത്തിട്ടാട്ടെ. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട്. ആ ഇടുമക്കളെ. നിങ്ങളിത് എന്തോന്ന് മണ്ടനാ? സഞ്ചി മാത്രം കൊണ്ടുവന്നിട്ട് എന്തോന്ന് കാര്യം? ഇത് മൂടിക്കെട്ടാനുള്ള ചരട് വേണ്ടേ? ഓ അയ്യോ, പെട്ടെന്ന് കൊണ്ടുപോയി ഇതൊന്ന് കെട്ടിക്കൊണ്ടുവന്നേ, കാണട്ടെ. എന്നാ പിന്നെ ഇനി അധികം വൈകാതെ നിങ്ങൾ പോവാൻ നോക്ക്. നേരെ ഇരുട്ടുമ്പോഴാ ഓരോരുത്തർക്ക് ശല്യം ചെയ്യാൻ എളുപ്പം.
അതിനു മുന്നേ സ്റ്റേഷനപുരത്ത് എത്തിയാൽ രക്ഷപ്പെട്ടു. ദാ, സൂക്ഷിച്ചു. ഇനി ഇതിവിടെ കുഞ്ഞിന്റെ തലേണ പോലെ വച്ചിരുന്നാ മതി. ഒരു കുഞ്ഞു പോലും ആഭരണങ്ങളാണെന്ന് സംശയിക്കില്ല. പിന്നെ സമാധാനത്തോടെ എവിടെ വേണമെങ്കിലും പോകാം. എന്നാ പിന്നെ മക്കള് പൊയ്ക്കോ, സമയം ഇപ്പൊ ഇരുട്ടും. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. വിശക്കുന്നവർക്ക് പ്രതിഫലം നോക്കാതെ ആഹാരം കൊടുക്കുന്നത് പുണ്യപ്രവൃത്തിയാണെന്ന അമ്മ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ആ പുണ്യവും അനുഗ്രഹവും ചേച്ചിക്കുണ്ടാവും. കുട്ടികളെ, ചേച്ചിയെ തൊഴുതേ, നമ്മളിവിടെ നിന്ന് ഇറങ്ങാം. അയ്യോ, വേണ്ട വേണ്ട. ശരി ശരി, നിങ്ങൾ പോയിട്ട് വാ. താളം ചവിട്ടി നിന്ന് നേരെ ഇരുട്ടണ്ട. ശരി. ചെന്നാട്ടെ. നമസ്കാരം. എവിടെ എവിടെ എന്റെ കുട്ടിയെ കിട്ടിയോ? എന്തെങ്കിലും വിവരങ്ങൾ? ഒരു വിവരവും ഇല്ല. ഈ കേസ് കുറച്ച് സങ്കീർണമാണ്. നാശം പിടിക്കാൻ. ഇദ്ദേഹത്തിന്റെ വികാരമൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ ഇതൊരു ഔദ്യോഗിക അന്വേഷണമാക്കി ആ കുട്ടികളെ കണ്ടുപിടിച്ചാൽ ഇദ്ദേഹം സ്വന്തം ചേച്ചിയെ കൊന്നെന്നേ അവർ മൊഴി നൽകൂ. അപ്പോൾ കൊലക്കയർ കിട്ടാൻ പോകുന്നത് ഇദ്ദേഹത്തിനായിരിക്കും. അതുകൊണ്ട് തികച്ചും അനൗദ്യോഗികമായിട്ടാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അന്യദേശത്തെ പോലീസ് സുഹൃത്തുക്കളോടും ഞാൻ ചോദിച്ചിട്ടുണ്ട് സഹായം. എന്നിട്ട് ഒരു സഹായവും കിട്ടിയില്ലല്ലോ ഇതുവരെ. വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെയാണ്. അതിപ്പോ തിരുനക്കരയാണോ, തിരുവാങ്കോടാണോ, തിരുവിതാംകൂറാണോ എന്ന് പറയാനൊന്നും എനിക്കറിയില്ല. ഒന്നാമത് ഇദ്ദേഹത്തെ പേടിച്ചിട്ടാണ് ആ കുട്ടികൾ നാടുവിട്ടത്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരുമെന്ന് കരുതേണ്ട കാര്യവുമില്ല. രണ്ടാമത് കാണാൻ അല്പം മുഖൈശ്വര്യമുള്ള പെൺകുട്ടികളാണ്. അതുകൊണ്ട് തന്നെ കൈകാലം അടിച്ചോടിച്ച് ഭിക്ഷ തണ്ടാൻ വല്ല ഭിക്ഷാടനക്കാരോ അല്ലെങ്കിൽ ചൂടോടെ ബോംബെയിലെ ചുവന്ന തെരുവിലേക്ക് കയറ്റി അയക്കാൻ വല്ല കൂട്ടിക്കൊടുപ്പുകാരോ കൊണ്ടുപോയിക്കോളും. നമുക്കിനി ആ കേസ് കെട്ട് വിടുന്നതാ നല്ലത്. താൻ എന്ത് വർത്തമാനായി പറയുന്നത്? എന്റെ കുഞ്ഞുണ്ട് അവരുടെ കയ്യില്. അവൻ എന്റെ ചോരയാ, എന്റെ പിൻഗാമി. ഈ സമ്പത്തിന്റെയൊക്കെ അവകാശി അവൻ. മാത്രമല്ല, ആ അനിയത്തി കുട്ടികളെ അങ്ങനെ നമുക്കങ്ങ് തള്ളിക്കളയാൻ പറ്റില്ല. അവരില്ലാതാകും മുൻപ് തൃപ്പങ്ങോട് തറവാടിന്റെയും ക്ഷേത്രത്തിന്റെയും മുഴുവൻ സ്വത്തുവകകളും മേഘനാഥനോ കുഞ്ഞിനോ കൈമാറ്റം ചെയ്യുന്നതായിട്ടുള്ള പ്രമാണങ്ങളിൽ ഒപ്പുവെപ്പിക്കണം. എന്നാലേ ഇന്നലെ നമ്മൾ എന്തു ചെയ്തോ അതിന് നാളെ ഒരു പ്രയോജനമുണ്ടാവും. ഓ, അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടല്ലേ? അതൊന്നും ഞാൻ ഓർത്തില്ല. ശരി, നോക്കട്ടെ. തൃപ്പങ്കോട്ട് മാത്രമല്ല, പാലക്കാടും കോഴിക്കോടും ഒന്ന് വലയിട്ട് അരിച്ചു കളയാം. 3 പെൺപിള്ളേര് കയ്യിലൊരു കുഞ്ഞുമായി കറങ്ങുന്നതല്ലേ? അങ്ങനെ രക്ഷപ്പെടാനൊന്നും പറ്റില്ല.
രക്ഷപ്പെടാൻ പറ്റരുത്. നോക്ക് മുകുന്ദൻ സാറേ, ഇത് മേഘനാഥന്റെ ഭാവി ജീവിതത്തിന്റെ പ്രശ്നമാ. നിങ്ങൾ എന്നെ സഹായിച്ചാൽ നിങ്ങളെയും സഹായിക്കും ഈ മേഘനാഥൻ. നിങ്ങൾ സ്വപ്നത്തിൽ പോലും കാണാത്തൊരു സഹായം. എന്താ, സമ്മതമാണോ? സമ്മതം.